സാറേ, മകൾ വീണയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഭയത്തിലാണെന്നാണ് നമ്മൾ കരുതുന്നത്. ഏത് അന്വേഷണവും നേരിടാമെന്ന് പറഞ്ഞവർ ഇപ്പോൾ SFI അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഹർജിയുമായി. അല്ല, ഈ ഏതന്വേഷണവും നേരിടാം എന്ന് പറയുന്നതിന് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥമേ ഉള്ളൂ. എല്ലാവരും പറയുന്നതാണ് ഏതന്വേഷണം വേണമെങ്കിലും നേരിടാം. പക്ഷെ അങ്ങനെ നേരിടാൻ അവർ തയ്യാറല്ല. അപ്പോൾ അവർ അവരുടെ ലീഗൽ റൈറ്റ്സ് പുറത്തെടുക്കും. ലീഗൽ റൈറ്റ് ഉണ്ട് ഒരാൾക്ക്, എന്നെ അന്വേഷിക്കാൻ പാടില്ല, എന്തിനെന്നെ അന്വേഷിക്കണം എന്നൊക്കെ ചോദിച്ച് ഇനി സ്റ്റേ ഓർഡർ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പോകാൻ അവർക്കൊരു അവകാശമുണ്ട്. ഈ അവകാശം അവരാദ്യമേ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. എന്തന്വേഷണവും നേരിടാം എന്ന് പറയുന്നവർക്ക് എല്ലാം അറിയാം. ഈ പഴയൊരു സിനിമയുണ്ടല്ലോ, ശങ്കരാടി പോലീസുകാരോട് ഒന്ന് പറയുന്നു, ഇതാ ഇവിടെ നോക്കിക്കോളും, ഇതാ ഇവിടെയും നോക്കിക്കോളും, ഇതാ ഇത് നോക്കിക്കോളും. അവസാനം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്നസെൻറ്റും ജഗതിയും കൂടെ ഒളിച്ചിരിക്കുന്നു, കന്നാസും കള്ളാസും. അപ്പോൾ പോലീസുകാർ പിടിക്കുന്നു. വല്ല ആവശ്യമുണ്ടായിരുന്നു ശങ്കരാടിക്ക്. അപ്പോൾ ഇവർക്കെല്ലാം അറിയാം ഈ ശങ്കരാടിയുടെ അനുഭവം വരും. ഇവരെന്തെല്ലാം കള്ളത്തരം കാണിച്ചു എന്നുള്ള ട്രാക്ക് ഇവർക്ക് തന്നെ നഷ്ടപ്പെട്ടു. വർഷം കുറേയായി ഇതിങ്ങനെ ഒരു സാധാരണ സംഭവം പോലെ ഈ അഴിമതി, കൈക്കൂലി, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വർഷം എത്രയായി. കുറച്ച് കഴിയുമ്പോൾ ഇവർ തന്നെ മറക്കും. ഇങ്ങനെ ഇവർക്ക് ട്രാക്ക് നഷ്ടപ്പെടുകയും ഇവരിതിൻ്റെ സുഖലോലുപതയിൽ അങ്ങ് ജീവിക്കുകയും ഇവരുടെ മാനേജർമാർ ഓരോ കാര്യങ്ങൾക്ക് അങ്ങ് തീരുമാനമെടുക്കുകയും ചെയ്ത് ഇത് കൈവിട്ടു പോകും. ഇതൊക്കെയാണ് ശിവശങ്കരനൊക്കെ സംഭവിച്ചത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യാതെ വരും. കാരണം മുഴുവൻ അണ്ടർ ഹാൻഡ് ഡീലിങ്സാണ്. അതിനകത്ത് കണക്ക് വയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് വെച്ച ആളാണ് CMR കർത്ത. ഈ ബഹളമൊക്കെ മുകളിൽ നടക്കുമ്പോഴും അടിയിൽ ഒരു നോട്ട് ബുക്കിൽ കുറിച്ച് വയ്ക്കും ഇന്നത് ഇത്ര. കാരണം അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ്, ബാക്കിയുള്ളവർക്കൊക്കെ ചുമ്മാ കിട്ടുന്നതാണ്. PV OC ഒക്കെ ചുമ്മാ കിട്ടുന്നതാണ്, ഇയാൾ അധ്വാനിക്കുന്നതാണ്. അതിൽ നിന്ന് കള്ളക്കണക്കും തിരിമറിയൊക്കെ കാണിച്ചാണ് ഇവർക്ക് കാശ് കൊടുക്കുന്നത്, വീണയ്ക്കും വീണയുടെ അച്ഛനും എല്ലാം. അപ്പോൾ അയാൾക്ക് കണക്ക് വേണ്ടേ? അയാൾ ബുദ്ധിമുട്ടുന്നവനാണല്ലോ, കണക്ക് എഴുതി വെച്ചു. ഈ സാധനം എഴുതി വയ്ക്കും എന്ന് ഇവർ സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ചിട്ടില്ല. അവരിത് എഴുതി വയ്ക്കും, പ്രൈവറ്റ് അവരുടെ കാശല്ലേ പോകുന്നത്. അപ്പോൾ അവരെഴുതി വയ്ക്കും. അങ്ങനെയാണ് ഈ സാധനം ഇൻകം ടാക്സ് ഇൻറ്ററിം ബോർഡിൻ്റെ മുമ്പിൽ എത്തുന്നത്. അവരുടെ റെയ്ഡിലാണ്. അതായിരുന്നു ഇതിനൊരു തുടക്കം. ആ തുടക്കം അടുത്ത നിലയിൽ പൊട്ടിയതാണ് ഈ സെക്ഷൻ 213 വെച്ചിട്ട്, അല്ല 210 വെച്ചിട്ടുള്ള അന്വേഷണം. അപ്പോഴാണ് ഷോൺ ജോർജിൻ്റെ പരാതി SFIO അന്വേഷണം. SFIO അന്വേഷണവും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. അത് 213 മറ്റോ ആണ്. രണ്ടന്വേഷണവും ഫലത്തിലൊന്നൊക്കെ തന്നെയാണ്. ഒരു റിപ്പോർട്ട് കൊടുക്കും. SFIOയ്ക്ക് പക്ഷേ പ്രത്യേക അധികാരങ്ങളുണ്ട്, അറസ്റ്റ് ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട്. മറ്റേ അന്വേഷണത്തിൽ അറസ്റ്റിനുള്ള അധികാരമില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള ബേസിക് വ്യത്യാസം. ബാക്കി അധികാരങ്ങളൊക്കെ ഏകദേശം തുല്യമാണ്. അവർക്ക് KSIDC പരിശോധിക്കാം, CMRൽ പരിശോധിക്കാം, എക്സാലോജിക്ക് പരിശോധിക്കാം, ഇതിനൊക്കെയുള്ള അവകാശമുണ്ട്. ആകെ വ്യത്യാസം ഇവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇവർ സമൻസ് അയച്ച് പോയില്ലെങ്കിൽ അവർക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പോൾ KSIDC ഓടിപ്പാഞ്ഞ് ഹൈക്കോടതിയിലെത്തി. എന്ത് സംഭവിച്ചു? ഹൈക്കോടതിയിൽ കേസ് വാദം നടക്കുമ്പോൾ തന്നെ KSIDCയിൽ അവർ റെയ്ഡ് ചെയ്തു. രേഖകളും എല്ലാം അവർക്ക് വേണ്ട ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തു. കോടതി അതിൽ ഇടപെടില്ല എന്നും പറഞ്ഞു. രൂപ 50 ലക്ഷം മുടങ്ങി. CS വൈദ്യനാഥനാണ് അപ്പിയർ ചെയ്തത്. ഓൺലൈൻ അപ്പിയർ ചെയ്യാനാണ് 25 ലക്ഷം രൂപ പെർ അപ്പിയറൻസ്. 2 തവണ അപ്പിയർ ചെയ്തു. 25, 50 ലക്ഷം രൂപ സ്വാഹ. ഈ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത കേരളത്തിൻ്റെ കാശാണ് എടുത്ത് വീശുന്നത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പൈസയാണ്. ഇവിടെ മറിയക്കുട്ടിക്ക് ശേഷം ഇപ്പം 90 വയസ്സുള്ള പൊന്നമ്മ വഴിയിൽ കിടക്കുന്നു. അവസാനം ആ അമ്മച്ചിയെ എടുത്തു മാറ്റി എല്ലാവരും കൂടെ, എൻ്റെ പൊന്നമ്മച്ചി കട്ടിൽ പോയി കിടക്കുക, എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കാമെന്ന് നാട്ടുകാരൊക്കെ കൂടെ പിരിവെടുത്ത് അത്യാവശ്യം അവർക്ക് ചിലവിനുള്ളത് കൊടുത്തു. ഈ അവസ്ഥയിൽ 50 ലക്ഷം രൂപ വെറുതെ ഒരു സ്റ്റേ ഓർഡറിന് വേണ്ടിയിട്ട് ചിലവാക്കുകയാണ്. ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലാത്തവർക്ക് ആ കണക്കം കൊടുത്താൽ പോരെ. ഇന്നാണ് കണക്ക് താൻ എന്താണെന്ന് വെച്ചാൽ കോടതി ചോദിക്കുകയും ചെയ്തു, എന്തിനായി ഒളിച്ചു വയ്ക്കുന്നത്. അതെ. അപ്പോൾ KSIDCയും നേരെ ചൊവ്വയല്ല നടക്കുന്നത്. KSIDC ഒരു ഊരാളുങ്കൽ സൊസൈറ്റി പോലെയാണ്. സർക്കാരിൻ്റെ കള്ള ബിസിനസ്സിനുള്ള ഒരു പ്രൈമറി ഔട്ട്ലെറ്റായിട്ട്, ഒരു റിസപ്ഷനിസ്റ്റായിട്ട് KSIDC വർക്ക് ചെയ്യുന്നു, ഊരാളുങ്ങൾ വർക്ക് ചെയ്യുന്നു. ഈ പോക്കൃത്തരൊക്കെ കാണിക്കുന്നതിന് ഇവർ ഉപയോഗിക്കുന്നത് ഇത്തരം പ്ലാറ്റ്ഫോംസാണ്. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. KTDFC ഉണ്ടാക്കി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ടാക്കി, പിന്നെ കേരള ഇൻഫർമേഷൻ ടെക്നോളജി എറ്റ്സെട്ര എന്ന് പറഞ്ഞ്
KSTTIIO എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരുകളങ്ങ് ഇട്ടിട്ട് എത്ര കോർപ്പറേഷൻസ് ഫ്ലോട്ട് ചെയ്തു. ഇതിലെല്ലാം നടക്കുന്നത് ഈ മന്ത്രിമാരുടെയും അവരുടെ മക്കളുടെയും ഒക്കെ കള്ളത്തരങ്ങളാണ്. പിന്നെ നിയമനങ്ങൾ അവർക്ക് തോന്നിയ പോലെ. ഇതുകൊണ്ടാണ് ഇവർ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഭയക്കുകയും എങ്ങനെയും ഒരു സ്റ്റേ ഓർഡർ തരണം. ഈ സ്റ്റേ ഓർഡറിന് അവർ പല കളിയും കളിക്കും. ഒന്ന്, ഞാൻ ബാംഗ്ലൂരെ കമ്പനിയാണ്, എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല, എനിക്ക് നോട്ടീസ് തന്നത് കേരളത്തിലാണ്. ഇവർ ബാംഗ്ലൂരിലെ കമ്പനിയാണെങ്കിലും ഇവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? AKG സെൻറ്റർ അഡ്രസ്സ് വെച്ചിട്ടാണ്. ഈ പലരും ചോദിക്കുകയില്ലേ, ഇതെന്താ പാർട്ടി വീണയുടെ കാര്യത്തിൽ അഭിപ്രായമൊക്കെ പറയുന്നത്? പാർട്ടിക്ക് പറയാതിരിക്കാനൊക്കില്ല, കാരണം പാർട്ടി ആസ്ഥാനമാണ് വീണയുടെ രജിസ്റ്റേർഡ് അഡ്രസ്സ്. AKG സെൻറ്റർ തിരുവനന്തപുരമാണ്. പിന്നെ ഗോവിന്ദൻ എന്ത് ചെയ്യും, ബാലൻ എന്ത് ചെയ്യും? നാളെ അവരെയും കയ്യാമം വെച്ച് കൊണ്ടുപോകും. കാരണം അവരുടെ ഓഫീസിൽ നിന്നാണ് ഈ പോക്കൃത്തരം മുഴുവൻ നടന്നിരിക്കുന്നത്. കടലാസിൽ അതാണല്ലോ. വീണ ബാംഗ്ലൂരായിരിക്കാം, സാൻ ഫ്രാൻസിസ്കോയിലായിരിക്കാം. കടലാസിൽ വീണയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? AKG സെൻറ്ററാണ്. അത് ഈ പ്രതിപക്ഷം പോലും നേരെ ഉന്നയിക്കുന്നില്ല. കുഴൽനാടൻ ഈ ബഹളം എല്ലാം വയ്ക്കുമല്ലോ, ഈ വിവരം മാത്രം കുഴൽനാടനും കുഴലിൽ കയറ്റി വയ്ക്കും. AKG സെൻറ്ററിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതെടുത്ത് പുറത്തിട്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. വല്ലപ്പോഴും ഒക്കെ ചിലർ പരാമർശിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഏതെങ്കിലും TV ഡിബേറ്റിൽ നിവൃത്തിയില്ലാത്ത ഘട്ടം വരുമ്പോൾ ഈ AKG സെൻറ്റർ എടുത്ത് പ്രയോഗിക്കും. അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പോലും ഒരു ഭയമാണ്. AKG സെൻറ്ററിനെ നമ്മൾ വലിച്ചഴക്കേണ്ട, ഇയാൾ വലിച്ചഴക്കേണ്ട, കോടതി അഴച്ചോളൂ. സാറേ, എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്നാണ്. 1 ലക്ഷം രൂപ മാത്രമാണ് വീണേതരായിട്ട് നിക്ഷേപിച്ചത്. ബാക്കി 72 ലക്ഷം രൂപ എവിടെ നിന്നാണെന്നുള്ളത്, അത് എവിടെ നിന്നാണെന്ന് അവർ കടം മേടിച്ചതായിരിക്കും. ഈ ഭാര്യയുടെ പെൻഷനാണോ അതോ പശുക്കറവയുടെ കാശാണോ എന്നൊക്കെ ഉള്ളത് അപ്രസക്തമാണെന്ന് ഒരു കമ്പനിയിൽ. നിങ്ങൾ അമ്മയുടെ പെൻഷൻ വാങ്ങിച്ചോ അല്ലെ അച്ഛന് കുഴമ്പ് മേടിക്കാൻ വെച്ച കാശ് അതെടുത്തിട്ട് ഞാൻ കമ്പനിയിൽ മുടക്കി, അതുകൊണ്ടെന്താ? ഇതൊന്നും SFIക്ക് പ്രശ്നമല്ല. നിങ്ങൾ ഈ കമ്പനിയുടെ ഓപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്തു? എത്ര ഈ ഷെൽ കമ്പനികളുണ്ടാക്കി, അതിലേക്ക് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്തു, അതിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കള്ളപ്പണമാണല്ലോ, അതിപ്പോൾ എല്ലാവർക്കും വ്യക്തമാണ്. ഈ പൊതുവേ ഒരു ധാരണയുണ്ട്, GST അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണം വൈറ്റായിരുന്നു. അങ്ങനെയൊന്നുമല്ല. ഞാനൊരു 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കൊള്ളയടിക്കുന്നു. 10 ലക്ഷം രൂപയുടെ IT എത്രയാണ്, ഇൻകം ടാക്സ് എത്രയാണ്, അതങ്ങോട്ട് അടച്ചു. അപ്പോൾ ഇത് വെള്ളപ്പണമായ ആയില്ലല്ലേ, ഞാൻ മോഷ്ടിച്ചതല്ലേ. അപ്പോൾ ഇത് മോഷ്ടിച്ച പണം എന്താ അതിന് പറയുന്നത്, ഇൻകം ഫ്രം എ ക്രൈം. അതാണ് ഈ പ്രശ്നമാകുന്നത്. ആ ഇൻകം വെളുപ്പിക്കാൻ നോക്കുക, അത് അടുത്ത ക്രൈം. ഇങ്ങനെ 2 ഘട്ടം. ഒന്നിന് പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്ന് പറയും, അടുത്തതാണ് EDയുടെ കേസ്, PMLA കേസ് വരുന്നത്. ദർ ഹാസ് ടു ബി എ പ്രെഡിക്കേറ്റ് ഒഫൻസ്. 10 രൂപ ഞാൻ ഗൗതമിൻ്റെ മോഷ്ടിച്ചു, ആ 10 രൂപ മറ്റു രീതിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ 10 രൂപ മോഷ്ടിച്ചതാണ് പ്രെഡിക്കേറ്റ് ഒഫൻസ്, അതിന് ശിക്ഷയുണ്ട്. പ്ലസ് ഈ 10 രൂപ വിനിയോഗിച്ച് വേറെ 100 രൂപ ഉണ്ടാക്കി, അവിടെ EDയുടെ കേസ് വരും. ഇപ്പം കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ടായി, എന്നെയും പിണറായി വിജയനെയും ജയിലിലടക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ല കാര്യമുണ്ട്, വല്ല കാര്യമുണ്ട്. അതിലും കടുപ്പപ്പെട്ടൊരു സാധനം കൂടെ പറഞ്ഞു. കേരള മുഖ്യമന്ത്രി ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ കാശില്ലാഞ്ഞിട്ടല്ല. അവർ വന്നിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കാശ് വേണം, അതുകൊണ്ടാണ്. ഇതിൻ്റെ ധ്വനി എന്താ? അതിനൊരു ധ്വനിയുണ്ടല്ലോ. ഇത് കേജ്രിവാൾ അറിഞ്ഞു പറഞ്ഞതാണോ അറിയാതെ പറഞ്ഞതാണ്? അയാൾ അറിഞ്ഞും ഇങ്ങനെ പാരകയറ്റുന്നതാണ് കേട്ടോ. അയാൾക്ക് ഈ CPM ഒന്നും ഒരു പുല്ലുമല്ല. കാരണം ഇവർ തമ്മിൽ മുഖാമുഖം നിൽക്കുന്ന ഒരു സ്ഥിതിയില്ല. അയാൾ ഡൽഹിയിലാണ് മത്സരിക്കുന്നത്. ഡൽഹിയിൽ CPMന് ഒരു സ്ഥാനാർത്ഥിയെങ്കിലും ഉണ്ടോ? ഈ ജീവിതത്തിൽ ഇന്ന് വരെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിക്കാത്ത 3 പ്രമുഖരാണ്, 4 പ്രമുഖരുണ്ട്. പ്രകാശ് കാരാട്ട്, ഭാര്യ ബൃന്ദ കാരാട്ട്, നമ്മുടെ S രാമേന്ദ്രൻ പിള്ള, സീതാറാം യെച്ചൂരി. ഇന്ന് വരെ അവർക്ക് ജീവിതത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഡൽഹിയിലെ വോട്ടേഴ്സ് ലിസ്റ്റിലാണ് ഈ 4 പേര്. ഡൽഹിയിൽ എപ്പോഴെങ്കിലും ഒരു CPM സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അവർ ആപ്പിനും കീപ്പിനും ഒക്കെയാണ് വോട്ട് ചെയ്യുന്നത്. ഇവരെ ആരും മൈൻഡ് ചെയ്യും? ഇന്നലെ ഈ ജന്തർ മന്ദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ വടക്ക് പടിഞ്ഞാറേ നട പോലെയാണ്, സമര ഗേറ്റ് എന്ന് പറയുമല്ലോ. ഇതുപോലെ ഡൽഹിയിലൊരു ഏർപ്പാടാണ് ജന്തർ മന്ദർ. അവിടെ ആർക്ക് എന്ത് കലാപരിപാടി വേണമെങ്കിലും കാണിക്കാം, സമരത്തിനുള്ള സ്ഥലമാണത്. അപ്പോൾ കേജ്രിവാൾ ഒരു ആന്തോളൻ ജീവിയാണ്. എവിടെ സമരമുണ്ടോ അവിടെ കേജ്രിവാളുണ്ട്. ഇങ്ങനെയാണ്.
അപ്പോൾ കേജ്രിവാൾ നോക്കിക്കഴിഞ്ഞപ്പോൾ പിണറായി വിജയനും 10 പേരൊക്കെ വന്നിട്ടുണ്ട്. ഫറൂഖ് അബ്ദുള്ള ഉള്ളതല്ലേ, ഫറൂഖ് അബ്ദുള്ളയ്ക്ക് നന്നായിട്ട് ഹിന്ദി പാട്ടും ഡാൻസും ഒക്കെ അറിയാം, ആ പഞ്ചാബി പാട്ട് ഇതൊക്കെ നന്നായിട്ടറിയാം. അപ്പോൾ ഇത് അദ്ദേഹം ഡാൻസ് ചെയ്യുന്നതിൻ്റെ വയസ്സാണെങ്കിലും നന്നായിട്ട് ഡാൻസ് ചെയ്യും കേട്ടോ. എന്നുവെച്ചാൽ ഈ ബ്രേക്ക് ഡാൻസ് അല്ല, ശരീരം വല്ലാതെ ഇളക്കിക്കൊണ്ടുള്ളതല്ല, കൺവെൻഷനലായിട്ട് ശരീരം ചെറുതായി ഇളക്കിക്കൊണ്ടുള്ള ഡാൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഇതൊക്കെ ഈ കലാപരിപാടി കേജ്രിവാൾ കളയുക. അയാൾ വന്നു, കൂടെ മറ്റേ ഭഗവന്ത് സിംഗ് മാൻ, ഡൽഹി മുഖ്യമന്ത്രി, പുള്ളി ഈ എന്താ താമരയെന്ന് പറയും, എന്നുവെച്ചാൽ BJP എന്ന അർത്ഥത്തിലല്ല, വെള്ളത്തിൽ ഉണ്ടാകുന്നത് താമര വെള്ളത്തിലാണില്ല, ചെളിയിലെന്ന് പറയാം, വേര് ചെളിയിലാണ്, ബാക്കി വെള്ളമാണില്ല. അപ്പോൾ ഈ താമര എന്നുള്ള ഒരു പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു താമരയാണ് ഈ ഭഗവന്ത് സിംഗ് മാൻ. പുള്ളി പല സ്ഥലത്തും വേച്ചു പോവുകയും ഉരുണ്ട് വീഴാൻ പോവുകയും, പുള്ളി ഫോറിനിൽ പോയി ഫ്രാൻസിലോ എവിടെയോ പോയത് തിരിച്ചു വരുന്നത് വെച്ച് താമസിപ്പിക്കേണ്ടി വന്നു ഈ അവസ്ഥ കൊണ്ട്. അതിൽ കുഴപ്പമൊന്നുമില്ല, വലിയ വലിയ ആൾക്കാർക്കൊക്കെ സംഭവിക്കാറുണ്ട്. ബ്രഷ്നേവ് ഒരിക്കൽ ഇത് ഫ്ലൈറ്റ് വന്നിറങ്ങി ജർമ്മനിയിൽ, ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ ആൾക്കാർ വരുന്നു, ബ്രഷ്നേവ് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഓഫായിരിക്കുകയാണ്, വോഡ്ക കുടിച്ച് ഓഫായി. ആർക്ക് ധൈര്യം ബ്രഷ്നേവിനെ വിളിച്ച് എണീപ്പിക്കാൻ? സോവിയറ്റ് യൂണിയൻ്റെ അധിപനല്ലേ. വെയിറ്റ് ചെയ്തല്ലേ അവർ, 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മെല്ലെ കണ്ണു തുറന്നിട്ട് എന്താടാ എന്നോട് പറയാൻ എന്ന് ബാക്കിയുള്ളവരെല്ലാം ശാസിച്ചിട്ട് പുള്ളി പുറത്തിറങ്ങി. അപ്പോൾ ഇതൊക്കെ മഹാന്മാരുടെ ഒരു കാര്യമാണ്. അതുപോലെ ഭഗവന്ത് സിംഗ് മാനും മഹാനാണ്. ഞാൻ അദ്ദേഹത്തെ കുറച്ച് കാണിച്ച് പറയുകയല്ലോ കേട്ടോ, വലിയ മഹാനായ താമരയാണ് ഭഗത് സിംഗ് മാൻ. അപ്പോൾ ഇവരൊക്കെ ഈ ആന്തോളൻ ജീവികളായതുകൊണ്ട് ഇവരും കൂടി അങ്ങനെ ഒരു കലാപരിപാടി അവിടെ നടത്തുന്നു. കോൺഗ്രസ് ബുദ്ധിമാന്മാരാണ്, അവരെന്ത് ചെയ്തു, ഒരു ദിവസം നേരത്തെയാക്കി സിദ്ധരാമയ്യ. ഒരുമിച്ച് ഇവർ കോൺഗ്രസിനെ ക്ഷണിച്ചതാണ്, വാ നമുക്ക് സമരം ചെയ്യാം. ഇടയ്ക്കൊന്ന് സമരം ചെയ്തില്ലെങ്കിൽ CPM-ന് ഒരു ഉശിരില്ല, ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ അവർക്ക് സമരം ചെയ്യാം, ഗവർണർക്കെതിരെ കുറേ ചെയ്തു, പക്ഷേ അതൊക്കെ പിള്ളേരുകളെയാണ്, SFI DYFI ഒക്കെയാണ്. മുതിർന്ന ആൾക്കാർക്ക് സമരം ചെയ്യണ്ടേ, സമരം ചെയ്യാതെ അതാണ് അവരുടെ ജീവവായു. ഇവിടെ പറ്റാഞ്ഞിട്ടാണ് അവർ പ്രൊഫഷണൽ സമരങ്ങൾ നടക്കുന്ന ജന്തർ മന്ദർ എന്ന മീൻ ചന്തയിൽ പോയിട്ട് ഈ ബഹളം വെച്ചത്. അല്ലാതെ അതിൽ ഒന്നുമില്ല. ജന്തർ മന്ദറിൽ നിന്ന് എത്ര ദൂരമുണ്ട് മോഡിയുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലേക്ക്? ഒരു വണ്ടി എടുത്ത് അവിടെ പോയിട്ട് ചേട്ടാ നിങ്ങൾ വെറുതെ തർക്കിക്കുക, എനിക്ക് തരാനുള്ള കാശ് താ എന്ന് പറഞ്ഞോ? ഇല്ല. ഇന്ന് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയെ ചെന്ന് കണ്ടിട്ടുണ്ട്. മോദി ഇവിടെ 2 തവണ വന്നു. പിണറായി വിജയൻ മകളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി ഇങ്ങനെ നിന്നു, മോദിയുടെ കയ്യും പിടിച്ച്. അപ്പോഴെങ്കിലും പറയൂ ചേട്ടാ കുറച്ച് കാശ് താ ചേട്ടാ, ചേട്ടൻ ഒരു കാര്യം, ഒരു 15 മിനിറ്റ് മതി, ഞാൻ കണക്ക് കാണിക്കാം, വാ. പറഞ്ഞില്ല. 2 തവണ മോദി വന്നു. സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് വന്നു. കല്യാണത്തിന് വരുമ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൂടുതലുണ്ടാകും. മോദി അവിടെ വലിയ ഷോയൊക്കെ നടത്തിയല്ലോ, ബാക്കി ദമ്പതികളെയൊക്കെ ആശീർവദിക്കുക, അത് ചെയ്യുക, കൈവീശുക, കാലെടുത്ത് പൊക്കുക, ഇതൊക്കെ ചെയ്ത് മോദി. ആ സമയം പിണറായി വിജയൻ പറയുകയാണ് ഒരു 20 മിനിറ്റ് നമുക്ക് 2 പേർക്കും ചെയ്തില്ല. പക്ഷേ പിണറായി വിജയൻ മോഡിയെ ഇപ്പോഴും ഭയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചോ എന്ന് അറിയാൻ പാടില്ല, മോഡി എന്നൊരു അക്ഷരം വാക്ക് മിണ്ടിയില്ല പിണറായി വിജയൻ. അത് പേടിച്ചിട്ടൊന്നും ആയിരിക്കില്ല, മിണ്ടണ്ട എന്ന് കരുതിയിട്ടായിരിക്കും. എനിക്ക് മനസ്സിലാവാത്തത്, നിർമ്മലാ സീതാരാമൻ ആറ്റിങ്ങൽ വന്നു. എന്തിനാ ആറ്റിങ്ങൽ വന്നു? തിരുവനന്തപുരത്തല്ലേ വരേണ്ടതെന്ന് എന്നോട് ചോദിക്കരുത്. ആറ്റിങ്ങൽ വന്നതിന് വേറെ എന്തോ പർപ്പസ് ഉണ്ടാവും. എനിവേ ആറ്റിങ്ങൽ വന്നിട്ട് അവർ ഈ കണക്കെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞു. ബാലഗോപാൽ തിരുവനന്തപുരത്തുണ്ട്. ബാലഗോപാൽ പറയണ്ടേ, ചേച്ചി ഒന്നിങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ, കണക്ക് കാണിക്കുക, ഇതാ ഇത്ര തരാനുണ്ട് എന്ന് പറയണ്ടേ, ചെയ്തില്ല. എന്നാൽ നിർമ്മല പറയണ്ടേ, ബാലഗോപാൽ ബഹളം വയ്ക്കാതെ ഞാനിവിടെ ഉണ്ട് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ, താനിവിടോ ആ സെക്രട്ടറിയും ഇവരെയൊക്കെ വിളിച്ചോ. കാരണം ബാലഗോപാലിന് ഇത് കണക്കെല്ലാം തലയിൽ നിൽക്കില്ല, സെക്രട്ടറിമാർ വേണം, വരട്ടെ, അവരോട് ചർച്ച ഇത് ചെയ്യില്ല. കേന്ദ്രം ഇന്നലെ ഒരു ധവളപത്രം ഇറക്കി, 59 പേജോ മറ്റോ ഉണ്ട്, എല്ലാ കാര്യങ്ങളും, എത്ര സ്റ്റേറ്റിന് എത്ര കൊടുത്തു, എങ്ങനെ കൊടുത്തു, ഇതെല്ലാം. കേരളം ഒരു ധവളപത്രം ഇറക്കിയില്ല, ഇതുവരെ ഇറക്കിയിട്ടില്ല. ഇതാണ് സ്റ്റാറ്റസ്, ഇതാ ഇന്ന അക്കൗണ്ടിൽ ഇത്ര കിട്ടാനുണ്ട്, ഇത്ര കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൊത്തം സ്റ്റാറ്റസിക്സ് ഇറക്കണ്ടേ? ഇല്ല. അത് ചെയ്താൽ കേരളം പൊളിയും. ഏതായാലും ഇപ്പം സുപ്രീം കോടതിയിൽ വലിയ മുന്തിയൊരു വക്കീലിനെയാണ് ഇറക്കിയിരിക്കുന്നത്.
അപ്പം എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാവുമോ വീണയ്ക്ക് ഈ കേസിനെ ഹർജി തടയുമോ എന്തെങ്കിലും ചെയ്യുമോ കോടതി? ചിലപ്പോൾ ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രാഥമികമായ ഒരു സംശയം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ കോടതി അത് സ്റ്റേ ചെയ്യും. വരട്ടെ നോക്കട്ടെ. ഈ സ്റ്റേ ഓർഡർ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും വെക്കേറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു സാധനമാണ്. പിണറായി ഇപ്പം ചെയ്യുന്നത് ഏറ്റവും വില കൂടിയ വക്കീലന്മാരെ ഇറക്കുക. ഇപ്പോൾ ഏറ്റവും വില കൂടിയ വക്കീലന്മാർ ഇറങ്ങിക്കഴിയുമ്പോൾ ജഡ്ജിമാരൊന്ന് ശ്രദ്ധിക്കും. കാരണം ഇത്രയും സീനിയറായ ആളാണല്ലോ വരുന്നത്. ഒട്ടനെ ഇവിടെ മാധ്യമങ്ങൾ സ്റ്റേ ഓർഡർ, വീണയ്ക്കെതിരെ വീണ തൊടാൻ പറ്റില്ല. 15 ദിവസത്തേക്കാണ് സ്റ്റേ ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഇതിന് 60 ലക്ഷം രൂപ വക്കീൽ മേടിക്കും. കാരണം വക്കീലിനോട് ഇവർ പറയുന്നത് തന്നെ ഒന്ന് മുഖം രക്ഷിച്ച് തന്നാൽ മതി വക്കീൽ, എങ്ങനെയെങ്കിലും ഞാനൊരു കാര്യം ചെയ്യാം, 15 ദിവസം സ്റ്റേ ഓർഡർ മേടിച്ചില്ല, അതിനപ്പുറം മെറിറ്റിലിടും ഇതിൽ. ഞാൻ പിന്നെ പേഴ്സണൽ അവന് പണ്ട് എൻ്റെ ജൂനിയറായിട്ട് അവൻ ഉണ്ടായിരുന്നു. കർണാടക ഹൈക്കോടതി ജഡ്ജിയാര സെൻഗുപ്തയല്ലേ, അവൻ എൻ്റെ ജൂനിയറായിരുന്നു ഞാൻ ഒറീസയിലിരിക്കുമ്പോൾ. ഇറ്റ്സ് ഓക്കെ, ഞാൻ അവൻ്റെ മുമ്പിൽ പോയാൽ അവൻ എന്തെങ്കിലും റിലീഫ് തരും, 15 ദിവസത്തേക്ക് തരും, അത് ഞാൻ വാങ്ങിച്ചു തരാം, അത് മതി അത്രയെങ്കിലും. ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. സ്റ്റേ ഓർഡർ ഈസ് ബീയിങ് ഒബ്റ്റെയിൻ ബൈ ദിസ് മെത്തേഡ്സ് ബൈ സീനിയർ അഡ്വക്കേറ്റ്സ്. എന്തായാലും വീണയ്ക്ക് ഇതുവരെ നോട്ടീസ് SFI നേരിട്ടില്ല. നേരിട്ട് ഹാജരാകണോ അതോ രേഖകൾ സമർപ്പിക്കുകയോ എന്നുള്ള നോട്ടീസ് ഉടനടി നൽകും. അതിനാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഉറ്റുനോക്കിക്കൊണ്ടിരിക്കാം. ഈ SFI ഒക്കെ അവർ വാസ്തവത്തിൽ അവർ ഈ വാർത്തകളോ സംഗതികളോ ഒന്നും ശ്രദ്ധിക്കാറില്ല. സത്യസന്ധരായ ഉദ്യോഗസ്ഥർ. ഞാനും ഒരു കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഈ വാർത്തകളൊന്നും ശ്രദ്ധിക്കും. കാരണം നമുക്ക് ജോലി വേറെ ഒരുപാടുണ്ടെന്നേ. അതിനിടയ്ക്ക് എന്താ വാർത്ത വരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ അവർ ഈ വാർത്ത ദേ ആർ നോട്ട് സ്വെയ്ഡ് ബൈ എനി ന്യൂസ്. ദേ വിൽ ഗോ ആസ് പെർ ദെയർ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ലെറ്റ് us see. എന്തായാലും കേരളത്തിലെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മടിയിൽ കനമുണ്ടെങ്കിൽ വിലങ്ങ് വീഴണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. തീർച്ചയായും.